റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കെ മഹേഷിനെതിരായ വെള്ളാപ്പള്ളിയുടെ അധിക്ഷേപ പരാമർശത്തിനെതിരെ മഹേഷിന്റെ ഭാര്യ. വെള്ളാപ്പള്ളിയുടെ ഒരു ഗതിക്കും പരഗതിയില്ലാത്തവനെന്ന പ്രയോഗത്തിൽ സഹതാപമെന്ന് ഉഷ. എന്താണ് പറയുന്നത് എന്ന് ബോധമില്ല. വെള്ളാപ്പള്ളി വഴിയാധാരമാക്കിയ കുടുംബമാണ് തങ്ങളുടേത്. ഇപ്പോഴും വെള്ളാപ്പള്ളി ഭീഷണിപ്പെടുത്തുന്നു. പുതിയ സർക്കാരിൽ പൂർണ്ണ വിശ്വാസമെന്നും ഉഷ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവന കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സഹതാപ തോന്നിയത്. എന്താണ് പറയുന്നതെന്ന് ഒരു ബോധവും ഇല്ലാതെ പോലെ ഉള്ള സംസാരമാണ് ഇന്നലെ ഡൽഹിയിൽ നടത്തിയത് ഞാൻ കണ്ടത്. ഒരു ഗതിയും പരഗതി ഇല്ലാത്ത കെ മഹേഷിനെ കൂടെ നിർത്തി അദ്ദേഹത്തിൻ്റെ കഴിവ് മുഴുവൻ വിനിയോഗിച്ച് പദവി നേടിയതും ഉയരങ്ങളിലെത്തിയതും വെള്ളാപ്പള്ളിയാണ്. അവ മൂലം അനാഥമാക്കിയ നിരവധി സ്ത്രീകളുണ്ടെന്നാണ് പറഞ്ഞത്. അത് ഈ കാണുന്ന പറയുന്നതും കേൾക്കുന്ന നാട്ടുകാർക്കും ജനങ്ങൾക്കും ഒക്കെ അറിയാം ആരുമൂലമാണ് സ്ത്രീകളും കുടുംബങ്ങളും ഒക്കെ വഴിയാധാരമായെന്ന്. അതിലൊരു വഴിയാധാരമായ കുടുംബമാണ് ഞങ്ങളുടേത്. ഭീഷണി ഉണ്ടായിട്ടുണ്ട്. എന്തെല്ലാം രീതിയിൽ നമ്മളെ മാനസികമായിട്ട് ശാരീരികമായിട്ടും ഒക്കെ ഇങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ വർഷമായിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ പോയാലും ഞങ്ങൾ പിന്നോട്ട് പോവില്ല. ഞങ്ങളിതിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. മനീഷ് മഹിപാൽ, ഇന്നലെ ദില്ലിയിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങൾക്ക് കെ മഹേഷിന്റെ കുടുംബം മറുപടി പറയുകയാണ്. സാധാരണഗതിയിൽ മരിച്ചുപോയ ഒരാളെ അവൻ എന്ന് പരാമർശിക്കുക സാധ്യമല്ല, അങ്ങനെ ഒരു രീതിയുമില്ല. അതടക്കം ഒരു ഗതിക്കും പരഗതിയും ഇല്ലാതിരുന്ന ആൾ എന്നതടക്കം വിമർശനങ്ങൾ ഉന്നയിക്കുകയും സ്ത്രീവിരുദ്ധ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തു കെ മഹേഷിനെതിരെ. ഇപ്പോൾ കുടുംബം പ്രതികരിക്കുന്നു. മാധു, കഴിഞ്ഞ 6 വർഷമായി കെ മഹേഷിന്റെ കുടുംബം നീതി തേടിയുള്ള വലിയ പോരാട്ടത്തിലാണ്. ഇപ്പോഴിതാ കഴിഞ്ഞ മന്ത്രിസഭയിൽ മുൻ മുഖ്യമന്ത്രിക്ക് 3 തവണയാണ് പരാതി നൽകിയിട്ടുള്ളത്. പക്ഷേ അന്വേഷണം എവിടെയും എത്തിയില്ല. കോടതി നിർദ്ദേശപ്രകാരം തുടങ്ങിയ അന്വേഷണം പിന്നീട് കോടതിയിൽ നിന്ന് തന്നെ അട്ടിമറിക്കപ്പെടുന്ന രീതിയിലേക്ക് എത്തി. ഇപ്പോഴിതാ പുതിയ സർക്കാരിൽ തങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട്. VM സുധീരൻ മുഖേന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. അതിന് പ്രകാരം പുതിയൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും സത്യസന്ധമായ അന്വേഷണം ഉണ്ടാകും സർക്കാരിലെ പൂർണ്ണ വിശ്വാസമെന്നാണ് കുടുംബം പറയുന്നത്. ഇപ്പോഴിതാ ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ കെ മഹേഷിനെതിരെ നടത്തിയ വ്യക്തി അധിക്ഷേപത്തിനെതിരെ, ആ പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ ഭാര്യ ഉഷാദേവി രംഗത്തെത്തിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ എല്ലാ മനുഷ്യരെയും ആക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നു, പിന്നീട് അത് മാറ്റിപ്പറയുകയും ചെയ്യും. ഒപ്പം വെള്ളാപ്പള്ളി നടേശന്റെ വലിയ ഭീഷണി ഇപ്പോഴും നേരിടുകയാണ്. ഒരു ഗതിക്ക് പരഗതിയില്ലാത്തവൻ എന്ന പ്രയോഗം നടത്തിയതിൽ അവരുടെ മറുപടി ഇങ്ങനെയാണ്. അതായത് സാമ്പത്തികമായി ഒരു ഗതിക്ക് പരഗതി ആയിരുന്നു കെ മഹേശൻ. പക്ഷേ അമ്മ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വിദ്യാഭ്യാസം നൽകിയതാണ്. ആ വിദ്യാഭ്യാസവും കഴിവും ഉപയോഗിച്ചാണ്, അതായത് കെ മഹേശന്റെ കഴിവ് ഉപയോഗിച്ചാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് കാണുന്ന ഈ വലിയ ഉന്നതങ്ങളിലും ഈ കാണുന്ന പദവികളടക്കം എത്തിയത്. പക്ഷേ ആ പദവികളിലെത്തിയ ശേഷം പിന്നീട് തള്ളിപ്പറഞ്ഞു. പിന്നീട് അന്വേഷണ ഘട്ടത്തിലെത്തിയപ്പോൾ എല്ലാ കുറ്റവും കെ മഹേഷിന്റെ ചുമലിൽ കെട്ടിവെച്ച് ചാരി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. അങ്ങനെ ഉണ്ടായ ആത്മഹത്യ ഇപ്പോഴത്തെ അന്വേഷണം തന്നെ അട്ടിമറിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നു. ഇപ്പോഴത്തെ കുടുംബം നീതി തേടിയുള്ള പോരാട്ടത്തിലാണ്. അങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ വഴിയാധാരമാക്കിയ കുടുംബമാണ്. തങ്ങളുടെ അടക്കമുള്ള കാര്യങ്ങൾ തുറന്നടിക്കുകയാണ്. ഇപ്പോഴും നീതി തേടിയുള്ള പോരാട്ടത്തിലാണ് ആ കുടുംബം. മാധു, അനിൽ ഇമാനുവൽ കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. അനിൽ ഇമാനുവൽ, ഇതേ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത മനുഷ്യന്റെ പേരിലാണ് ഒരു കള്ളുഷാപ്പ് തുടങ്ങുകയും അതിന്റെ പേരിൽ വന്ന കേസുകൾ മുഴുവൻ കെട്ടിവെക്കുകയും ലാഭം മുഴുവൻ എടുക്കുകയും ചെയ്തുവെന്ന് ഈ ആത്മഹത്യാക്കുറിപ്പിൽ ആ മനുഷ്യൻ എഴുതി വെച്ചു പോയത് ഈ എല്ലാ ഗതിയും ഉള്ള ആളുടെ പേരിലാണ്. മാധു, അതാണ് ഏറ്റവും കഷ്ടമെന്ന് പറയാവുന്നത്. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളെ പലവട്ടം നമ്മൾ ഈ വിഷയം കെ മഹേഷിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച കാര്യങ്ങളെക്കുറിച്ചും അതിൽ വെള്ളാപ്പള്ളി നടേശന്റെ ഇടപെടലുകളെ കുറിച്ചും നമ്മൾ പറഞ്ഞതാണ്. 32 പേജുള്ള ഒരു ആത്മഹത്യയെക്കുറിപ്പ് എഴുതി തയ്യാറാക്കിയ ശേഷമാണ് അദ്ദേഹം മരണത്തിലേക്ക് നടന്നു പോയത്. ആ മനുഷ്യനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കഴിഞ്ഞ 10 വർഷം നീതി നിഷേധിച്ചതിന്റെ ഫലമാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും ഇങ്ങനെ നിവർന്നു എന്ന് പറയാൻ കഴിയുന്നത്, ഇവരെ ആക്ഷേപിക്കാൻ കഴിയുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അതിനുശേഷം ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് പറയാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ 5-ാം തീയതിയാണ് ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം, പുതിയ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് ശ്രീ മുതിർന്ന നേതാവ് VM സുധീരൻ മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകുന്നത്. പക്ഷേ അതിനുശേഷം ഈ ദിവസം വരെയും അങ്ങനെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൂടി വെള്ളാപ്പള്ളിക്ക് ധൈര്യം പകരുന്നുണ്ട് എന്നൊരു പൊതുധാരണയും രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും കെ മഹേശന്റെ കുടുംബം ഇക്കാര്യത്തിൽ ഇപ്പോഴും പ്രതീക്ഷയിൽ തന്നെയാണ്. അവരാവശ്യപ്പെടുന്നത് ഈ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിന്റെ അടുപ്പക്കാരും മാത്രമല്ല, ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് വരേണ്ടതാണ്. സർക്കാർ അനുമതി നൽകിയോ ഇതുവരെ? മാധു, വ്യക്തമായില്ല.
ഈ കുറ്റപത്രത്തിന് സർക്കാർ അനുമതി നൽകിയോ? കുറ്റപത്രം മാധു, കുറ്റപത്രത്തിന് അനുമതി നൽകിയില്ല എന്ന് മാത്രമല്ല, കുറ്റപത്രം സമർപ്പിച്ചിട്ട് പോലുമില്ല കെ മഹേഷിന്റെ കേസിൽ. അതിൽ വളരെ പാടുപെട്ട് ആത്മഹത്യക്കുള്ള സാധാരണ നിലയിലുള്ള അസ്വാഭാവിക മരണത്തിലുള്ള കേസാണ് പോലീസ് ആദ്യം രജിസ്റ്റർ ചെയ്തത് 2020 അദ്ദേഹം മരിക്കുമ്പോൾ. പിന്നീട് ഹൈക്കോടതി വരെ നിയമയുദ്ധം നടത്തിയാണ് 2022 വെള്ളാപ്പള്ളി നടേശൻ, തുഷാർ വെള്ളാപ്പള്ളിയൊക്കെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പുതിയൊരു FIR രജിസ്റ്റർ ചെയ്യുന്നത്. അത് ഈ കഴിഞ്ഞ ഈ വർഷം വരെയും ഈ ദിവസം വരെയും അതിലൊരു കുറ്റപത്രം നൽകാനോ നടപടിക്കോ അന്വേഷണം സർക്കാർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് പുതിയ സർക്കാരിനെ ഈ ആവശ്യവുമായി ഇവർ സമീപിച്ചിരിക്കുന്നത്. ശരി, അനിൽ ഇമാനുവലും മനീഷ് മഹിപാലുമാണ് വിവരങ്ങൾ നൽകിയത്. വെള്ളാപ്പള്ളി നടേശൻ അധിക്ഷേപം തുടരുന്നതിനിടയിൽ കടുത്ത എതിർപ്പറിയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കെ മഹേഷിന്റെ കുടുംബം. കീം പരീക്ഷാഫലം ഇന്ന്